വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല സുപ്രഭാതം നേരുകയാണ്. ഒരു വാർത്തോദയത്തിന്റെ സമയം കൂടിയാണ്. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണ്. അപ്പോൾ 24-ന്റെ വാർത്തോദയത്തിലേക്ക് മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു സൂപ്പർ പ്രഭാതം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതാണ്: 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക, നടക്കുക, വ്യായാമം ചെയ്യുക, ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കുക. നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് തകർക്കാൻ ആർക്കും സാധിക്കില്ല. ഇത് ഈ ദിവസം ഇങ്ങനെ ഉറക്കെ പറയുന്നതുകൊണ്ടായിരിക്കും എനിക്കിപ്പോ അങ്ങനെ മാനസികാരോഗ്യം തകരുന്ന ഒരു മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിഷമിക്കുക, സങ്കടപ്പെടുക, ഇതൊക്കെ അങ്ങ് മാറി മാറി വരുന്നുണ്ട്. ഡെയിലി ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ ഇന്ന് ഡിസംബർ 6-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. മലയാള മാസം നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം 1200, വൃശ്ചികം 21 ഇന്ന്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം. ഒപ്പം വർത്തമാനങ്ങളുണ്ട്, ഒരുപാട് നിങ്ങളുടെ കമന്റുകളിലൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നേർന്നുകൊണ്ട് നമുക്ക് നോക്കാം ഈ മണിക്കൂറിലെ ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. യെസ്, അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ന് മോർണിംഗ് വാക്കിനായി നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നൊരു പക്ഷേ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ വന്ന സ്ഥലം തന്നെയാണ്, ചങ്ങമ്പുഴ പാർക്കിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ഇതിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ വാർത്തകൾ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നു അല്ലേ. കേരളത്തിലെ തന്നെ കൊച്ചിയിലെ ഏറ്റവും പ്രമുഖമായ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, ഒരു പാർക്ക് എന്നതിലുപരി നിരവധി സാംസ്കാരിക പരിപാടികൾ നടക്കുന്നു, എല്ലാ ദിവസവും നടക്കുന്നു. അപ്പോൾ മാത്രമല്ല, ഇത് ഈ പറയുന്ന പോലെ ഇവിടെ അതിനകത്ത് നവീകരിച്ചതിന് ശേഷം ഒരുപാട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാക്ക് വേയും ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ വന്ന് നടക്കാനും ഓടാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ പാർക്കിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നമുക്കിനി വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വാർത്തയായിട്ട് തോന്നുന്നു അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ ദിവസമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും ദളിതരുടെ ഉന്നമനത്തിനായി പോരാടിയ നേതാവുമായ ഡോക്ടർ BR അംബേദ്കറുടെ ഓർമ്മ ദിനമാണ്. യെസ്, അടിച്ചമർത്തപ്പെട്ടവർക്കായി ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ സമരം നയിച്ച അംബേദ്കറുടെ സംഭാവനകൾ അത് വിലമതിക്കാൻ കഴിയുന്നതല്ല. രാഷ്ട്രീയം ജാതീയതയിൽ നിന്നും വർഗീയതയിൽ നിന്നും മോചിപ്പിക്കപ്പെടാനും വിദ്യാഭ്യാസവും വികസനവും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കാനും പരിശ്രമിച്ച ധിഷണാശാലി, അയിത്തജാതിക്കാർ എന്ന് മുദ്രകുത്തിയ ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പുരോഗതിയായിരുന്നു അംബേദ്കറുടെ ലക്ഷ്യം. ഇന്ത്യ മഹാരാജ്യം രൂപീകൃതമായപ്പോൾ അനുയോജ്യമായ ഭരണഘടന രൂപപ്പെടുത്താനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ടത് അംബേദ്കറുടെ കരങ്ങളിൽ. തന്റെ സമ്പന്നമായ വിദ്യാഭ്യാസ പശ്ചാത്തലം അധസ്ഥിതരുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിനും രാഷ്ട്രീയ അവകാശങ്ങൾക്കുമായി പോരാടാൻ അംബേദ്കർ ഉപയോഗിച്ചു. മിശ്ര വിവാഹവും പന്തിഭോജനവും പ്രോത്സാഹിപ്പിച്ച അംബേദ്കർ ദളിത് അവകാശ സംരക്ഷണത്തിനായി നിരവധി ആനുകാലികങ്ങൾ ആരംഭിച്ചു. പൊതുകുളത്തിൽ നിന്ന് ദളിതർക്ക് കുടിവെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹം അംബേദ്കറുടെ ജീവിതത്തിലെ സുപ്രധാന ഏടാണ്. ഭാരതത്തിന്റെ ആദ്യ നിയമമന്ത്രിയായി ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച അംബേദ്കറെ രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട്. 56 വർഷം മാത്രം നീണ്ട ജീവിതം കൊണ്ട് രാജ്യത്തിന്റെ പ്രചോദനമായ ഡോക്ടർ BR അംബേദ്കറിന്റെ ഓർമ്മകൾക്ക് പ്രണാമം. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു സ്റ്റോറിയോട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. നമ്മൾ നടന്നു തുടങ്ങുന്നു. നിങ്ങൾ ആരൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്? അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ പറയാൻ കമന്റ് ബോക്സിൽ നമ്മുടെ എല്ലാ സ്ഥിരം പ്രേക്ഷകരും എത്തിയിട്ടുമുണ്ട് അല്ലെ. സ്ഥിരമല്ലാത്ത പ്രേക്ഷകരും ഇടയ്ക്ക് വരണം, ഇടയ്ക്കല്ല എല്ലാ ദിവസവും വരണം. ഈ പറയുന്ന പോലെ ആരോഗ്യശീലങ്ങളൊക്കെ നന്നായി തുടർന്നുകൊണ്ട് പോവുക എന്നൊരു അഭ്യർത്ഥനയുണ്ട്. നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂർ ADM ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. എന്തായാലും സംസ്ഥാന സർക്കാർ നിലപാട് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കോടതിയിൽ അറിയിക്കുക എന്നൊരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. CBI അന്വേഷണം വേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആ നിലപാട് ഇന്ന് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും. സജോ ദേവസ്യാണ്, വിഷ്ണു സുരേഷ് ആണെന്ന് തോന്നുന്നു അല്ലേ? ആരാണ്? അതെ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അപ്പോ വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ പ്രോസിക്യൂഷൻ എന്ന നിലപാട് കോടതിയിൽ അറിയിക്കുകയാണല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല, അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി
നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചത്. CBI അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഈ വിഷയത്തിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ വാദം കേൾക്കുക. കേസ് ഡയറി അടക്കം ഹാജരാക്കാനും അതോടൊപ്പം അന്വേഷണ പുരോഗതി അറിയിക്കാനും പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. CBI അന്വേഷണം വേണ്ടതില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതായത് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെ നടക്കുകയാണ്. ചില തെറ്റിദ്ധാരണകളുണ്ട്, അത് മാറ്റാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെയും പ്രത്യേക സംഘത്തിന്റെയും ഭാഗത്തുണ്ടാവും. ഇക്കാര്യങ്ങളായിരിക്കും കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിക്കുക. ഒപ്പം CBIയുടെ നിലപാടും ഈ കേസിൽ നിർണായകമാണ്. കേസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസാധ്യതകളിൽ തടസ്സങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ CBI നിലപാട് അറിയും, വ്യക്തമാക്കും. CBI അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. അവര് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച വാദങ്ങൾക്കപ്പുറം കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടി ഇന്ന് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് PPDB അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കാൻ സർക്കാർ തന്നെ കവചമൊരുക്കുന്നു എന്നുള്ള ആരോപണത്തിലായിരിക്കും ഇന്ന് വാദം തുടങ്ങാൻ തന്നെ സാധ്യതയുള്ളത്. ക്രിസ്റ്റീന, എന്തായാലും ആ വാദവുമായി ബന്ധപ്പെട്ട കോടതി നടപടികളുടെയൊക്കെ വാർത്തകൾ എത്തിക്കുക. വിഷ്ണു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതൊക്കെ കാര്യമായിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾ സംരക്ഷിക്കണം എന്നൊരു ആവശ്യം ഈ കുടുംബത്തിനുണ്ട്. ഒന്ന് CBI, മറ്റൊന്ന് CBI വരണം എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളിൽ എന്താണ് ഇന്ന് കുടുംബത്തിന്റെ നിലപാട്, അതിൽ മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. കാരണം സർക്കാർ പറയുകയാണ് CBI വരേണ്ടതില്ല എന്നുള്ളത്. അതെ. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അല്പം ഒന്ന് നമ്മളെ ആശങ്കപ്പെടുന്ന വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാം. കാരണം ഇന്നിപ്പോ നമ്മുടെ ഈ കമന്റ് ബോക്സിൽ തന്നെ പറയും, ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് വലിയൊരു ഷോക്കാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കാണുന്നതിന് മുമ്പ് തന്നെ ഷോക്ക് അടിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. എന്തായാലും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം ഇന്നുണ്ടായേക്കും എന്നുള്ളതാണ്. റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ സന്ദർശിച്ച കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു. യൂണിറ്റിന് 10 പൈസ മുതൽ 20 പൈസ വരെയാണ് ഉയർത്തിയേക്കുന്നത്. യൂണിറ്റിന് ശരാശരി 34 പൈസയെങ്കിലും കൂട്ടണമെന്നാണ് KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തി പൊതുജനാഭിപ്രായം കൂടി കേട്ട ശേഷമാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചത്. യൂണിറ്റിന് 10 പൈസ മുതൽ 20 പൈസ വരെ ഉയർത്താനാണ് ധാരണ. വേനൽക്കാലമായ ജനുവരി മുതൽ മെയ് വരെ നിലവിൽ അംഗീകരിക്കുന്ന താരിഫിന് പുറമെ 10 പൈസ കൂടി യൂണിറ്റിന് അധികമായി വാങ്ങണം എന്നാണ് KSEB ആവശ്യം. ഇതിലും തീരുമാനമുണ്ടാകും. റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പുതിയ നിരക്ക് വർധനയ്ക്ക് മുഖ്യമന്ത്രി തത്വത്തിൽ അനുമതി നൽകിയതായാണ് സൂചന. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച റെഗുലേറ്ററി കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നേക്കും. നിരക്ക് വർദ്ധിപ്പിക്കാതെ മറ്റു വഴികളിലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നാളെ പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചാലും ജനുവരി 1 മുതലുള്ള വൈദ്യുതി ഉപയോഗത്തിന് പുതുക്കിയ ഉയർന്ന നിരക്ക് ഈടാക്കൂ. പ്രതിവർഷം 2000 കോടി രൂപയിലേറെ നഷ്ടം നേരിടുന്നുവെന്നാണ് KSEB വാദം. 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് 10 പൈസ മുതൽ കൂട്ടെന്ന് പറയുമ്പോൾ അത് ചെറിയൊരു എമൗണ്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, നോക്കാം. യൂണിറ്റ് ഉപഭോഗം കൂടുന്തോറും ആ നിരക്ക് വർധന ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ നടുവൊടിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ചെറിയൊരു ആശങ്കയുള്ളത്, അല്ലേ? മന്ത്രി പറയുന്നത് ഇത് അനിവാര്യമാണ്, മറ്റു നിവൃത്തിയൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത്രമാത്രം പ്രതിസന്ധി വൈദ്യുത മേഖലയിൽ ഉണ്ട് എന്നാണ് മന്ത്രി അടക്കം പറയുന്നത്. നോക്കാം അതിലെങ്ങനെയാണ് അതിനോട് എങ്ങനെയാണ് ഉപഭോക്താക്കൾ പ്രതികരിക്കുന്നുള്ളത്, അല്ലേ? ഇനി മെറിറ്റ് അട്ടിമറിച്ച് സ്വകാര്യ നഴ്സിംഗ് കോളേജ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തിയതിൽ നടപടിയെടുക്കാനിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അധികം 30 സീറ്റിൽ പൂർണ്ണമായും അഡ്മിഷൻ നടത്തിയ മേഴ്സി കോളേജിനെതിരെ നടപടി എടുക്കും. ശ്രീ അയ്യപ്പയ്ക്ക് 45 സീറ്റ് അനുവദിച്ചതിൽ അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും 24 പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണിത്. അതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നു ആരോഗ്യവകുപ്പിന്റെ, അതിൽ നടപടി ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ അറിയുന്നതിൽ അതിൽ സന്തോഷവുമുണ്ട്. AV ജയശങ്കറാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. നമ്മൾ കൊണ്ടുവന്ന ഒരു വാർത്ത, അതിൽ നടപടി ഉണ്ടാകാൻ പോകുന്നു. ആരോഗ്യവകുപ്പ് ഏത് തരത്തിലുള്ള നടപടിയാണ് ഇതിലെടുക്കുക? ഇതുവരെ എന്തൊക്കെ ക്രമക്കേടുകളാണ് ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. എന്തായാലും 24 പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ നിലവിൽ അറിയുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയായിട്ട് ഞാൻ തന്നെ സംസാരിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഈ വാർത്ത കണ്ടതനുസരിച്ച് പ്രത്യക്ഷമായി തന്നെ ഇതിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം തന്നെ നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും ഇതിൽ ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ അല്ലെങ്കിൽ ഉപഡയറക്ടർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഒരുപക്ഷെ ഈ
അനുവദിച്ച സീറ്റുകൾ തന്നെ ഒരുപക്ഷെ സർക്കാർ റദ്ദാക്കിയേക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. എന്തായാലും ഇതെല്ലാം തന്നെ അന്വേഷണത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. വലിയൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ കൊണ്ടുവന്നത്. കാരണം 2 നഴ്സിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റ് പൂർണ്ണമായും മാനേജ്മെൻറ്റിലേക്ക് പോകുന്നു. അത്രയും കുട്ടികൾക്ക് സർക്കാർ കോട്ടയിൽ പഠിക്കേണ്ട അവസരം നഷ്ടപ്പെടുന്നു. അങ്ങനെ വലിയൊരു സംഭവമാണ്. 2 മെഡിക്കൽ കോളേജുകളുടെ വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള വിഷയത്തിൽ ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തും കൃത്യമായി നടക്കുന്നുണ്ട്. സർക്കാരും ഇത് പരിശോധിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇതിൽ നടപടിയെടുക്കുക എന്നുള്ളൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി. എ.വി. ജയശങ്കറാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ എടുക്കട്ടെ, ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാവാതിരിക്കട്ടെ. അതെ, നമ്മുടെ പ്രേക്ഷകർ വൈകി വന്ന പ്രേക്ഷകരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി ഉള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇടപ്പള്ളിക്കടുത്തുള്ള ഒരുപക്ഷെ കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളൊന്നായ ഈ ചങ്ങമ്പുഴ പാർക്കിലാണ്. ഇവിടെ വെളിച്ചക്കുറവുണ്ട്. അതിങ്ങനെ നമ്മുടെ പ്രഭാതം പൊട്ടി വിടരുന്നതേ ഉള്ളൂ കൊച്ചിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് കുറേ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചം തെളിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത്. ഇതിന് ചുറ്റും ഒരു വാക്ക് വേ ഉണ്ട്, നമ്മൾ നിൽക്കുന്ന ചുറ്റും ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ഇതെല്ലാം പ്രേക്ഷകരെ കാണിച്ചു തരാൻ പോവുകയാണ്. തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക, ചെറിയൊരു ഇടവേള വേണം അല്ലേ. ഒരു ലോകോത്തര സാംസ്കാരിക കേന്ദ്രമാണ്. വലിയ ചർച്ചകള്, നല്ല കലാപരിപാടികളൊക്കെ ദിവസേന തന്നെ അരങ്ങേറുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്, മുഹമ്മദ് അനസ് പറയുന്നുണ്ട്, കറണ്ട് ബില്ല് കൂട്ടുമ്പോൾ നമ്മളെ പോലത്തെ പാവങ്ങളൊക്കെ ഈ കേരളത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. മിനി ചേച്ചി ചോദിക്കുന്നു, മിനി ബാബു ചോദിക്കുന്നു, യൂണിറ്റ് അടിസ്ഥാനത്തിൽ വരുമ്പോൾ അത് ചെറിയ തുകയാവില്ലല്ലോ, സാധാരണക്കാർക്ക് താങ്ങാൻ സാധിക്കുമോ? PC ദിലീപ് പറയുന്നു, കണ്ണൂർ നഗരത്തിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി 2020 ആരംഭിച്ചു പാതി വഴിയിൽ നിലച്ചു കിടക്കുന്ന 2 മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കണം. തീർച്ചയായിട്ടും കണ്ണൂർ റിപ്പോർട്ടറോട് നമുക്കത് ഒന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. സുലൈമാൻ അബ്ദുൽ ഖാദറും നിരക്ക് വർധന അത് നമ്മളെ ബാധിക്കുമെന്ന് പറയുന്നു. ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ആഷാവി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സർക്കാർ പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച് ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പോകെ നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേള, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇടവേള കഴിയും. അപ്പോൾ നമ്മളുള്ളത് ചങ്ങമ്പുഴ പാർക്കിലാണ്. ഇടപ്പള്ളിക്കടുത്തുള്ള നേരത്തെ പറഞ്ഞു കൊച്ചിയിലെ പ്രമുഖ സാംസ്കാരിക കേന്ദ്രങ്ങളൊന്നാണ്. അതെ പ്രജിൻ, എനിക്കൊരു നൊസ്റ്റാൾജിയ. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ പനിനീർ ചാമ്പയ്ക്ക എന്ന് പറഞ്ഞ, അതായത് സാധാരണ ചാമ്പയ്ക്കേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൊച്ചിയിൽ വന്ന് പലയിടത്തും അന്വേഷിച്ചത് എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ഇതാ ഇപ്പോ ആ പനിനീർ ചാമ്പയുടെ മരമുണ്ട്, അതിൽ നിന്ന് താഴെ വീണ് കിടന്ന ഒരു ചാമ്പയ്ക്ക എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നൊസ്റ്റാൾജിയാണ്. ഒരുപാട് പനിനീർ ചാമ്പ. അതെ, അതെ നൊസ്റ്റാൾജിയാണ്. യെസ്. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. നമുക്ക് എലത്തൂർ വരെ പോകണം. അറിയാം പ്രേക്ഷകർക്ക് അവിടെയുള്ള ഇന്ധന ചോർച്ച. ആ ഇന്ധന ചോർച്ചയിൽ അവിടുത്തെ പ്രദേശവാസികളുടെയൊക്കെ ബുദ്ധിമുട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളെ നമ്മൾ കാണുന്നു. എല്ലാ ആൾക്കാരുടെയും വീടുകളിലേക്കും പറമ്പുകളിലേക്കും ഒക്കെ തന്നെ ഇതുപോലെ ഇന്ധനം പടരുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ വളരെയധികം വലിയൊരു വീഴ്ച അധികൃതരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ന കാര്യം കളക്ടർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഈ ശുചീകരണ പ്രവർത്തനങ്ങളാണ് അല്ലേ, അത് കൃത്യമായി നടത്തണം. മാത്രമല്ല പ്ലാന്റ് അവിടെ നിന്ന് മാറ്റണം നോക്കിയുള്ള ആവശ്യങ്ങളും എല്ലാം ഉയർന്നു വരുന്നുണ്ട്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് ചെയ്യുന്നത്. ഷഹദ്, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുന്നു. ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. മാത്രവുമല്ല ശുചീകരണം അത്യാവശ്യമായ കാര്യമാണ്. മുംബൈയിൽ നിന്ന് എത്തിക്കുന്ന രാസവസ്തു ഉപയോഗിച്ചാണ് ശുചീകരണം നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഈ നടപടികൾ ആരംഭിക്കുക? ക്രിസ്റ്റീന, പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്നാൽ എലത്തൂരുകാരെ സംബന്ധിച്ച് അത്ര നല്ല ദിവസങ്ങളല്ല കഴിഞ്ഞ 2 ദിവസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നമുക്കറിയാം, മിനിഞ്ഞാന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. വൈകിട്ട് 3:30യോട് കൂടിയിട്ടാണ് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ സംഭവം പെടുന്നത്. പിന്നീട് ഇന്നലെയും ഇന്നുമൊക്കെയുമായി ദ്രുതഗതിയിലുള്ള പലതരത്തിലുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ സ്ഥിതി ഗുരുതരമാണെന്നും അവിടെയുള്ള ജലാശയങ്ങളിലേക്കും അതുപോലെ തന്നെ കിണറുകളിലേക്കും എല്ലാം തന്നെ ഈ ഡീസൽ പടർന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇന്നലെ ജില്ലാ കളക്ടർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെയുള്ള നാട്ടുകാർ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. അപ്പോൾ അവരുടെ ആശങ്ക പരിഹരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് ലഭിക്കും. ഒന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗം, അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെ ഇന്ന് റിപ്പോർട്ട്, അതായത് പരിശോധനാ റിപ്പോർട്ട്, അതുപോലെ തന്നെ അവിടുത്തെ നിലവിലുള്ള സ്ഥിതിഗതികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്ന് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. അതോടൊപ്പം തന്നെയാണ് ഇന്ന് അവിടെയുള്ള ഈ കിണറും അതുപോലെ തന്നെ ജലാശയങ്ങളും ഒക്കെ തന്നെ ശുചീകരിക്കും
ശുചീകരിക്കുന്ന നടപടികളും ആരംഭിക്കും. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരു 10 മണിയോ അല്ലെങ്കിൽ 11 മണിയോടുകൂടി ഇതിന്റെ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ. കാരണം ജില്ലാ കളക്ടർ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒരു കെമിക്കലാണ്. നിലവിൽ അത് കേരളത്തിൽ ലഭ്യമല്ല. അപ്പോൾ അത് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് 10 മണിയോടുകൂടി തന്നെ ഇത് എത്തുകയും പിന്നീട് അവിടെയുള്ള ജലാശയങ്ങളിലും അതുപോലെ തന്നെ കിണറുകളിലും ഒക്കെ തന്നെയായിട്ട് ഇത് ഉപയോഗിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും ഇന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടായിരിക്കും ഈ മാർച്ച് ഉണ്ടാവുക. എന്തായാലും ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള നടപടികളാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന പ്രജിൻ. ശരി, ഷഹദ് റഹ്മാൻ എന്തായാലും വിശദാംശങ്ങൾ HPCL അധികൃതർ കൃത്യമായ തീരുമാനം അതിൽ എടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ജനങ്ങളുടെ ദുരിതം മാറണം, ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകരുത്, അത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. യെസ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള ഈ ചങ്ങമ്പുഴ പാർക്കിലുള്ള ആംഫി തിയേറ്റർ ഉണ്ട്. അപ്പോൾ അതിന്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിലേക്ക് ഇങ്ങനെ തട്ടുകളായി ഇരുന്ന് ഇവിടെയുള്ള സാംസ്കാരിക പരിപാടികൾ ആസ്വദിക്കാനൊക്കെയുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും മുകൾ തട്ടിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു കയറിയത്. ശരിക്കും ഇതൊരു റോമൻ കോൺസെപ്റ്റ് ആണ് ആംഫി തിയേറ്ററുകൾ എന്നുള്ളത്. ആംഫി തിയേറ്ററുകൾ അന്ന് ഈ പോരങ്കണങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മല്ലയുദ്ധം, അത് മനുഷ്യരും തമ്മിലാകാം, ചിലപ്പോൾ മനുഷ്യരും മൃഗങ്ങളും തമ്മിലാകാം. അപ്പോൾ അന്നത്തെ ആംഫി തിയേറ്ററിൽ മൃഗങ്ങളെ പാർപ്പിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരുന്നു, മനുഷ്യർക്ക് താമസിക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു റൗണ്ട് ഏരിയ ഉണ്ട്, ആൾക്കാർക്ക് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്, പൗരപ്രമുഖർക്കുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും സമന്മാരാണ്. ഇവിടെയാണ് ചെറിയ പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ദൂരെയുള്ള വലിയ സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് അവിടത്തേക്ക് ഉള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഇരുന്ന് കാണാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ടുണ്ട്. ഒരു പുതിയ സ്റ്റൈൽ ആണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് വരാം. അപ്പോൾ നേരത്തെ ഈ HPCLന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഒരു താൽക്കാലിക ഹെലിപാഡ് നിർമ്മാണത്തിലൂടെ തന്നെ അവിടുത്തെ കുട്ടികളാകെ ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്? വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരാണ് പൊല്ലാപ്പിലായിരിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് ഇറങ്ങാനാണ് ഇവിടുത്തെ ഗ്രൗണ്ടിൽ ഈ ഹെലിപാഡ് നിർമ്മിച്ചത്. ഇത് പൊളിച്ചു മാറ്റാത്തതിനാൽ പ്രതിസന്ധിയിലാണ് കായിക പരിശീലനം ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് അവിടുത്തെ വാർത്ത. പ്രധാനമന്ത്രിയുമായി ഹെലികോപ്റ്റർ വന്നിറങ്ങിയത് ഓഗസ്റ്റ് 10-ന്. മാസങ്ങൾക്കിപ്പുറവും ഈ ഗ്രൗണ്ടിലെ ഹെലിപാഡ് പൊളിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഗ്രൗണ്ടാണിത്. ഈ സ്കൂൾ മൈതാനിയിൽ കളിയാരവങ്ങൾ ഒഴിഞ്ഞ മാസങ്ങളായി. കായിക പരിശീലനങ്ങളും പ്രഭാത സായാഹ്ന നടത്തവും മറ്റ് കായിക മത്സരങ്ങളുമൊക്കെയായി സജീവമായിരുന്ന മൈതാനമായിരുന്നു ഇത്. സ്കൂൾ വിദ്യാർത്ഥികളും ഈ ഗ്രൗണ്ടിനെ പ്രയോജനപ്പെടുത്തിയിരുന്നു. ഓഗസ്റ്റ് 10-ന് പ്രധാനമന്ത്രി എത്തുന്നതിനോടനുബന്ധിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു ഹെലിപാഡിന്റെ നിർമ്മാണം. ഗ്രൗണ്ടിന്റെ പ്രധാന ഭാഗം ഈ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. പ്രധാനമന്ത്രി അന്നു തന്നെ മടങ്ങി. എന്നിട്ടും ഹെലിപാഡ് പൊളിച്ചു നീക്കി മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ഈ സ്കൂളിലെ 1500 കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റ ഗ്രൗണ്ടാണ് ഇത്രയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളത്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ സമയം വരെ കുട്ടികൾക്ക് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്രയും വേഗം ഇത് പൊളിച്ചു നീക്കി കുട്ടികൾക്ക് ഈ ഗ്രൗണ്ട് കളിക്കാൻ യോഗ്യമായ രീതിയിൽ മാറ്റിത്തരിക. നാട്ടുകാർക്കും പ്രയോജനകരമായ മൈതാനമാണിത്. സ്കൂൾ അധികൃതർ നിരവധി തവണ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഇല്ല എന്നാണ് ആരോപണം. ഇവിടെ എല്ലാം പൊതുജനങ്ങളടക്കം ഉപയോഗപ്പെടുന്ന ഒരു ഗ്രൗണ്ടാണിത്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് പഴയ അവസ്ഥയിലേക്ക് ആക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഗുണകരം, കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വളരെ ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി കൊടുത്തിട്ട് സർക്കാർ ഭൂമി ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അവിടെ ഏറ്റവും സൂട്ടായിട്ടുള്ള ഇത് ഹെലിപ്പാഡിനൊക്കെയുള്ള സൗകര്യങ്ങൾ വേണമല്ലോ, ആ രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഇത് ക്രമീകരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഗ്രൗണ്ടില്ലാത്തത് മൂലം ഈ സ്കൂളിലെ കായികമേള പോലും മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വന്നു. മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കാൻ കലക്ടർ വേഗത്തിൽ നടപടിയെടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.
യെസ്, അപ്പോൾ ആ കുട്ടികളുടെ, ആ സ്കൂളിലെ കുട്ടികളുടെ മാത്രമല്ല ആ ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന ആ നാട്ടുകാരുടെയൊക്കെ ആവശ്യം അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ്, അല്ലെ? പൂർവ്വസ്ഥിതിയിലാക്കുക. അതെ. നമ്മുടെ ബൈജു കേസി പറയുന്നുണ്ട്, കൊല്ലം എറണാകുളം മെമു പെരുന്നാട് വന്ദേ ഭാരതിനെ കാത്തു നിൽക്കുന്നു. മെമു സമയം കൊല്ലത്ത് നിന്ന് 6:10 എടുത്തു കഴിഞ്ഞാൽ പെരുന്നാട് കാത്തുകിടപ്പ് മാറും. അപ്പോൾ ഇത് നമുക്ക് ഈ പറയുന്ന റിപ്പോർട്ടറോട് ചോദിക്കാം, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണോ എന്ന്. സിന മുഹമ്മദ്, ക്രിസ്റ്റി എന്റെ കൂട്ടുകാരി സാവിക്കും ശരിത്തിനും ഒരു വിവാഹ വാർഷികാശംസകൾ പറയാമോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, അല്ലേ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാലോ. നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് മോർണിംഗ് വാക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ന് മറ്റൊരു കാൽനട മാർച്ചിനെ കുറിച്ച് പറയണം. അത് ഡൽഹിയിലാണ്. കർഷകരുടെ കാൽനട മാർച്ച് ഇന്ന് ഡൽഹിയിലേക്ക് നടക്കാൻ പോവുകയാണ്. വീണ്ടും ഒരു കർഷക പ്രക്ഷോഭത്തിനൊക്കെ ആ തലസ്ഥാന നഗരം സാക്ഷിയാകാൻ പോകുമോ എന്ന് നമ്മൾ കണ്ടറിയണം. പഞ്ചൊന്ന് പഞ്ചാബിലെ ശംഭു അതിർത്തിയിൽ നിന്നാണ് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആ മാർച്ച് ആരംഭിക്കുക എന്നറിയുന്നു. അതെ, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഒരു മാർച്ചിന് ഹരിയാന സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്ന വാർത്ത വരുന്നു. പക്ഷെ വീണ്ടും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് രാജ്യത്തെ കർഷകർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കർഷകരോഷം ഏത് രീതിയിലാണ് ഭരണകക്ഷിയെ ബാധിച്ചതെന്ന്. ഈ രണ്ടാം ഘട്ടം ഇതിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? ഇന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. കർഷക സമരത്തിന്റെ മറ്റൊരു ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 263 ദിവസമായി ശംഭു അതിർത്തിയിൽ കർഷകർ ക്യാമ്പ് ചെയ്യുകയാണ്. കർഷക പ്രതിഷേധം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ഹരിയാന ഡൽഹി അതിർത്തിയിൽ. അവിടെ കർഷകരോട് നേരിട്ട നടപടികൾ, തുടർന്ന് കർഷകർ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചത് എല്ലാം നിലനിൽക്കുകയാണ്. വീണ്ടും ഒരു കർഷക സംഘത്തിനായി ഉത്തർപ്രദേശിലെ കർഷകർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്കുള്ള മാർച്ച് ആരംഭിച്ചതും അത് ഉത്തർപ്രദേശ് അതിർത്തിയിൽ തടഞ്ഞതും. നിലവിൽ കർഷകരുടെ തീരുമാനം അനുസരിച്ചാണെങ്കിൽ ഡൽഹി അതിർത്തികൾ വീണ്ടും വളയുകയാണ് കർഷകർ. ഇന്ന് ഹരിയാന അതിർത്തിയിൽ, ശംഭു അതിർത്തിയിലുള്ള കർഷകർ ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കുകയാണ്. 101 കർഷകരായിരിക്കും ഇന്ന് കാൽനടയായി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുക പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. ഒപ്പം തന്നെ സിംഗു അതിർത്തിയിൽ ഉൾപ്പെടെ കർഷകർ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. ഡൽഹിയെ പൂർണ്ണമായും വളയുന്ന തരത്തിൽ നിലവിൽ ഇപ്പോൾ ഗാസിപ്പൂർ അതിർത്തിയിൽ കർഷകർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പരി ചൗക്കിൽ, ഗ്രേറ്റർ നോയിഡയിലെ പരി ചൗക്കിലും കർഷകർ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ. ഈ കർഷകരെല്ലാം തന്നെ ഡൽഹി ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനത്തിലാണ്. ഹരിയാനയിൽ കർഷകർക്കെതിരെ ശക്തമായ നടപടികൾ ഇതിനെതിരെ തന്നെ എടുത്തിരിക്കുന്നു. BNS 163 പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയുധമായി ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പ്, വടി, ദണ്ഡ്, കല്ലുകൾ, മറ്റ് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 5 പേരിൽ കൂടുതൽ കൂട്ടം ചേരരുത് എന്ന പ്രഖ്യാപനവും പോലീസ് നടത്തിയിട്ടുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി ബൽറാം, അപ്പോൾ എന്തായാലും മുൻ അനുഭവം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ സുരക്ഷയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരുകൾ അവിടെ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഹരിയാന സർക്കാരിന്റെ അനുമതി ഇല്ല, ഡൽഹിയിലേക്ക് കടന്നു വരാൻ ഡൽഹി സർക്കാർ അനുവദിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിഫ്റ്റ് ഉണ്ടാകും, ഒരു തർക്കമൊക്കെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ആ പ്രക്ഷോഭത്തിനൊപ്പം വീണ്ടും ഡൽഹി ഇന്ന് പ്രക്ഷുബ്ധമാകും. അത് പാർലമെന്റിലാണ്. പാർലമെന്റിലെ ഇരു സഭകളും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായേക്കും. അദാനിക്കെതിരായ പ്രതിഷേധത്തിനൊപ്പം BJP അംഗങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും കോൺഗ്രസ് ആയുധമാക്കും. സംബിത് പത്ര രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ശൂന്യവേളയിൽ നടത്തിയ ആരോപണത്തിൽ നിഷികാന്ത് ദുബെ മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ ഉന്നയിച്ച് പുതിയ പോർമുഖം തുറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സംഭൽ സംഘർഷം അടക്കമുള്ള മറ്റു വിഷയങ്ങളും പ്രതിപക്ഷം ഇന്നും ഇരുസഭകളിലും ഉന്നയിക്കും. പ്രതിപക്ഷ ബഹളത്തിൽ തടസ്സപ്പെട്ട റെയിൽവേ ഭേദഗതി നിയമ ബില്ലിലെ ചർച്ചകൾക്കുള്ള മറുപടി ലോക്സഭയിൽ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലും ഷാഫി പറമ്പിൽ MPയുടെ വിമാന നിരക്ക് നിയന്ത്രണം സംബന്ധിച്ച സ്വകാര്യ ബില്ലും ഇന്നത്തെ ബില്ലുകളുടെ കൂട്ടത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള 2 വാർത്തകളായി. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇടവേള വേണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മറ്റു വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും